ഇന്നൊരു അറബിക് റൈസ് ആയാലോ. 4 കപ്പ് അരിയാണ് ഞാൻ വെള്ളത്തിലിട്ടത്. അത് ബസ്മതിയാണ്, ഇന്ത്യ ഗേറ്റിൻ്റെ. അപ്പോൾ അതിലേക്ക് കുരുമുളക് 1 സ്പൂണ്, മല്ലി 1 സ്പൂണ്, പെരിഞ്ചീരകം 1 സ്പൂണ്, ഏലക്കായ ഒരു 4 എണ്ണം, പട്ട 2 കഷ്ണം, മഞ്ഞൾപ്പൊടി. ഇവയെല്ലാം എടുത്ത് നല്ല നൈസായി പൊടിച്ചിട്ട് വരിക. ഒരു കുക്കറിലേക്ക് ചിക്കൻ ഇടുക. അപ്പോൾ ഞാൻ മൊത്തം 6 പീസ് ചിക്കനാണ് ഇട്ടേക്കുന്നത്. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 4 കപ്പ് റൈസും ഉണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ പൊടിച്ച ഇത് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് സോൾട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് 2 ക്യൂബാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആവശ്യമനുസരിച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് അറബിക് മസാലയാണ്. ഇതിപ്പോൾ നമുക്ക് ഏത് റൈസ് അറബിക് ഉണ്ടാക്കുകയാണെങ്കിലും ഈ മസാല യൂസ് ചെയ്താൽ മതി. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. അതേപോലെ 4 കപ്പ് അരിയിലേക്ക് 6 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുള്ളത്. ഈ റൈസിലേക്ക് അധികം വെള്ളം ആവശ്യമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഞാനിതാ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ട് കുക്കറിൽ നിന്ന് ഞാൻ മാറ്റി അതേ കുക്കറിൽ തന്നെ ഞാൻ ഓയിലല്ല ഒഴിച്ചിട്ടുണ്ട്, ഗീ ആണ്. ഗീ ഒഴിച്ച് കൊടുത്തു. അതേപോലെ ചെറിയ സബോള നന്നായിട്ട് വഴറ്റി കൊടുത്തു. അത് കഴിഞ്ഞ് തക്കാളി നന്നായി പേസ്റ്റാക്കി ഇട്ട് കൊടുത്തു. സോൾട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ ഒരു എണ്ണ കുതിർന്ന് വരുന്ന വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ സ്റ്റോക്ക് ഉണ്ടല്ലോ, ചിക്കൻ പുഴുങ്ങി വെച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇത് 4 കപ്പ് അരിയാണ്, ബസ്മതി റൈസാണ്. അതും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരൊറ്റ വിസിൽ. അതേപോലെ ചിക്കൻ വേവിക്കുമ്പോഴും ഒറ്റ വിസിൽ തന്നെ മതി, റൈസ് വേവിക്കുമ്പോഴും ഒറ്റ വിസിൽ തന്നെ മതി. പിന്നെ ആ ചിക്കനൊന്ന് ഞാൻ മാഗ്നേറ്റ് ചെയ്തെടുക്കണം. പുഴുങ്ങിയ ചിക്കനൊന്ന് ഒരു ലേശം വിനാഗിരി, 2 സ്പൂണ് മുളകും പൊടി, ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ സോൾട്ട്, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം, കോട്ട് ചെയ്യുന്നതിന് മുന്നേ കൈ കൊള്ളാതെ നോക്കണം. ചൂടാറിയതിന് ശേഷം കോട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ എയർ ഫ്രയറിലാണ് വെച്ചത്. എയർ ഫ്രയറിൽ ഒരു 10 മിനിറ്റ് ഇതിൽ എയർ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് റൈസിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് റൈസ്. ആ അറബിക് മസാലയുടെ ടേസ്റ്റും പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച സ്പൈസസിൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.